എൻ്റെ കയ്യിൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിലെല്ലാം മരുന്ന് കുത്തിയിട്ടിരിക്കുകയാണ്. എൻ്റെ പേര് ഹയാ ഫാത്തിമ. ഞാൻ 8ലാണ് പഠിക്കുന്നത്. ഇത്ര പൈസ ഉണ്ടാക്കാനുള്ള നിവൃത്തി അത്താക്കും അമ്മാക്കും ഇല്ല. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സഹായം വേണം. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ആരുടെടുത്തും കൈ നീട്ടേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഇവിടുത്തെ ബില്ലുകൾ തന്നെ ഇതുവരെ ഞങ്ങൾ അടച്ചിട്ടില്ല. ഇപ്പം തന്നെ ഞങ്ങൾക്ക് 2.25 ലക്ഷം രൂപ കഴിഞ്ഞു. ഹോട്ടലിൽ നിൽക്കുക, ഇടയ്ക്ക് കൂലിപ്പണിക്കും പോകും. അപ്പോൾ ആ വരുമാനം കൊണ്ടൊന്നും നമുക്ക് കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. അതിൻ്റെ അകത്ത് പറഞ്ഞു കുട്ടിക്ക് മജ്ജയെല്ലാം ചുരുങ്ങുന്നു, സെൽസ് എല്ലാം നശിച്ചു കൊണ്ട് പോവുക. 2 ആഴ്ചയായിട്ട് ഇവക്ക് കാലിന് ചുമന്ന് കുരുകുരാ തടുപ്പും വന്ന് പനിയും ഷിവറിങ്ങുമായിട്ട് വീട്ടിൽ കിടപ്പായിരുന്നു. 2 ആഴ്ചയായിട്ട് ഞാൻ ഹോസ്പിറ്റലുമായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു ഇത് കാലയിൽ ചുമന്ന് കുരുകുരാ വന്നിരിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് HB കുറവ്, TC കൗണ്ട് കുറവ്, എല്ലാം കുറവ്. ഉടനെ തന്നെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ വിട്ടു. അപ്പോൾ അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റുകളെല്ലാം തുടർന്ന് വരികയെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് ടെസ്റ്റിന് ഒരു പരിഹാരം ബോൺമാരോ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് അസുഖമാണെന്ന് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എങ്ങനെ വന്നു എന്നറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഈ റിസൾട്ട് കിട്ടാനായിട്ട് ഒത്തിരി താമസം വരും, 4 ആഴ്ച എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അത്രയും ദിവസം നമുക്ക് ഇട്ടേക്കാൻ പറ്റത്തില്ല, അവർക്ക് ഇൻഫെക്ഷൻ ആയിപ്പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ നിങ്ങൾ പുറത്ത് ഹോസ്പിറ്റലിൽ എങ്ങാനും പോയിക്കോ, ഉടനെ നിങ്ങൾക്ക് റിപ്പോർട്ടും കിട്ടും, അതിനനുസരിച്ച് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതനുസരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് തിരുവല്ല ബിൽവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് വന്ന് ഉടനെ തന്നെ അഡ്മിറ്റ് ആക്കുകയും ഉടനെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും തുടങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം തന്നെ ബോൺമാരോ ടെസ്റ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞു കുട്ടിക്ക് മജ്ജയെല്ലാം ചുരുങ്ങുന്നു, സെൽസ് എല്ലാം നശിച്ചു കൊണ്ട് പോവുക. അപ്പോൾ ഒരു ഓപ്ഷൻ നമുക്ക് മജ്ജ മാറ്റി വയ്ക്കാനല്ലാതെ ഒരു നിവൃത്തിയില്ലെന്ന്. ഞങ്ങൾക്കാണെങ്കിൽ വീടോ കൂടോ ഒന്നും ഇല്ലാത്തതാണ്. ആകെ ഒരു മോളേ ഉള്ളൂ. അവൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഭർത്താവിനാണെന്നുണ്ടെങ്കിൽ കൂലിപ്പണിയാണ്, ഹോട്ടലിൽ നിൽക്കുക, ഇടയ്ക്ക് കൂലിപ്പണിക്കും പോകും. അപ്പോൾ ആ വരുമാനം കൊണ്ടൊന്നും നമുക്ക് കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ഈ ഓപ്പറേഷന് തന്നെ 25-30 ലക്ഷമാകും. പിന്നെ ബാക്കിയുള്ള ചിലവുകൾ വരുന്നു, അതിനെല്ലാം കൂടെ കുറേ തുകയാകും, 50-ൽ പുറത്താകും. നമുക്ക് നമ്മളെക്കൊണ്ട് താങ്ങാൻ പറ്റുന്ന കേസുകളൊന്നും അല്ല. അപ്പം നിങ്ങളെക്കൊണ്ട് കഴിവതും സഹായിക്കണം. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്തവരാണ്. ഇവിടുത്തെ ബില്ലുകൾ തന്നെ ഇതുവരെ ഞങ്ങൾ അടച്ചിട്ടില്ല. ഇപ്പം തന്നെ ഞങ്ങൾക്ക് 2.25 ലക്ഷം രൂപ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഒന്ന് മാക്സിമം സഹായിക്കണം. ഇതുവരെയായിട്ട് ഞങ്ങളുടെ കുഞ്ഞിന് അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. കൊച്ചു അസുഖങ്ങൾ വരെ സാധാരണ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും വരുന്ന രോഗങ്ങളാണ്. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ആരുടെടുത്തും കൈ നീട്ടേണ്ട അവസ്ഥ വന്നിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കയ്യിലൊന്നും നിൽക്കാത്ത അവസ്ഥയുമാണ്. അള്ളാഹുവിൻ്റെ ഓരോ പരീക്ഷണമാണ് ഇങ്ങനെ. അതെല്ലാം നമ്മൾ ഏറ്റെടുക്കുക. പിന്നെ എല്ലാവരും കഴിവതും സഹായിക്കണം ഞങ്ങളെ. ഞങ്ങൾക്ക് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഇങ്ങനൊരു അവസ്ഥ, കൈ നീട്ടേണ്ട അവസ്ഥ വന്നത്.